ടെക് ലോകത്തിൽ നിന്നുള്ള വാർത്തകൾ. പുതിയ ഫീച്ചറുകൾ ഉൾപ്പെടുത്തി പരിഷ്കരിച്ച ഭീം 3.0 ആപ്പ് പുറത്തിറക്കി. നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിലെ ഭാരത് ഇൻ്റർഫേസ് ഓഫർ മണി ആപ്പിലെ മൂന്നാമത്തെ പ്രധാന അപ്ഗ്രേഡാണിത്. ഉപയോക്താക്കൾക്കും വ്യാപാരികൾക്കും വേണ്ടിയുള്ള പുതിയ ഫീച്ചറുകളാണ് പുതിയ പതിപ്പിൽ. 15-ലധികം ഇന്ത്യൻ ഭാഷകളിൽ കിട്ടും. ഇന്റർനെറ്റിന് വേഗം കുറഞ്ഞ ദുർബലമായ നെറ്റ്വർക്കുകളിൽ പോലും ഭീം ആപ്പിലൂടെ UPI ഇടപാടുകൾ നടത്താം. പുതിയ പതിപ്പിലും ഉപയോക്താക്കൾക്ക് അവരുടെ ചെലവുകൾ വിലയിരുത്തുവാനുള്ള ഫീച്ചറുകൾ നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ഫാമിലി മോഡ്, സ്പെൻഡ് അനലിറ്റിക്സ്, ബിൽറ്റ് ഇൻ ടാസ്ക് അസിസ്റ്റന്റ് എന്നിവ പുതിയ അപ്ഡേറ്റിൽ നൽകിയിട്ടുണ്ട്. ആപ്പിലെ ഇൻ ആപ്പ് പേയ്മെന്റ് സൊല്യൂഷൻ ഓൺലൈൻ മർച്ചന്റ് പ്ലാറ്റ്ഫോമുമായി സംയോജിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഉപയോക്താക്കൾക്ക് പണം അടയ്ക്കാനായി ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്പുകളിലേക്ക് പോകേണ്ടതുമില്ല. ഈ അപ്ഡേറ്റുകൾ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ഘട്ടം ഘട്ടമായി ചേർക്കുകയും അടുത്ത മാസത്തോടെ രാജ്യമെമ്പാടും വ്യാപിപ്പിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജിയോ ഹോട്ട്സ്റ്റാറിന് ചരിത്ര നേട്ടം. രാജ്യത്ത് ഇതാദ്യമായി ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം 10 കോടി വരിക്കാരെ മറികടന്നു. സ്പോർട്സ് സ്ട്രീമിംഗിൽ ഹോട്ട്സ്റ്റാറിന്റെ സ്വാധീനം ഈ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയതായി കമ്പനി ചൂണ്ടിക്കാട്ടി. IPL സീസണിന് മുന്നോടിയായി റിലയൻസ് ജിയോ 299 രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ പ്ലാനുകൾ വാങ്ങുമ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷനുകൾ വാഗ്ദാനം ചെയ്തിരുന്നു. കൂടാതെ എയർടെല്ലിന്റെയും വോഡഫോൺ ഐഡിയയുടെയും ചില പ്രീപെയ്ഡ് പോസ്റ്റ്പെയ്ഡ് ഓഫറുകളും ജിയോ ഹോട്ട്സ്റ്റാറിന്റെ വരിക്കാരുടെ എണ്ണം കൂട്ടാൻ സഹായിച്ചു. വൈവിധ്യമാർന്ന പ്രേക്ഷകരെ മനസ്സിലാക്കുന്നതിനും സേവിക്കുന്നതിനുമുള്ള കമ്പനിയുടെ പ്രതിബദ്ധതയുടെ ഉത്തമ തെളിവാണ് ഈ ചരിത്ര നേട്ടമെന്നും ജിയോ ഹോട്ട്സ്റ്റാർ പ്രസ്താവനയിൽ പറഞ്ഞു. രാജ്യത്തെ സ്ട്രീമിംഗിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുകയാണ് ജിയോ ഹോട്ട്സ്റ്റാർ. ലോകോത്തര വിനോദം എല്ലാവർക്കും ലഭ്യമാകണമെന്നായിരുന്നു ലക്ഷ്യം. സൗജന്യ സേവനങ്ങൾ, അതുല്യമായ കാഴ്ചാനുഭവം, സാമ്പിൾ നിർദ്ദേശങ്ങൾ, ആകർഷകമായ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ, വില നിർണയ തന്ത്രം, പ്രമുഖ ടെലികോം ദാതാക്കളുമായുള്ള പങ്കാളിത്തം എന്നിവയിലൂടെ വ്യാപകമായി കാഴ്ചക്കാരെ സമ്പാദിക്കാനായി എന്നും കമ്പനി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. BSNLന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി റോബർട്ട് രവി തുടരും. കഴിഞ്ഞ വർഷം താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമനം നൽകിയ രവിയുടെ കാലാവധി നീട്ടുകയായിരുന്നു. കഴിഞ്ഞ ജൂലൈ 13-നാണ് റോബർട്ട് രവി BSNLന്റെ നേതൃത്വത്തിലെത്തുന്നത്. താത്കാലിക ചുമതലയായിരുന്നു. എന്നാൽ നിലവിൽ മറ്റാരെയും ഈ തസ്തികയിലേക്ക് BSNL ബോർഡിന് ശുപാർശ ചെയ്തിട്ടില്ല. കൂടാതെ ഭാരത് നെറ്റ് ഫേസ് 3 പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന വ്യക്തി എന്ന നിലയിലും റോബർട്ട് രവിക്ക് കാലാവധി നീട്ടി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. നിലവിൽ രാജ്യത്ത് BSNLന്റെ 4G വിന്യസിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 4Gയിലേക്ക് വൈകിയാണ് പ്രവേശിച്ചതെങ്കിലും കുറഞ്ഞ താരിഫുകളും വ്യാപകമായ അതിവേഗ മൊബൈൽ നെറ്റ്വർക്കുകളും ഉപയോഗിച്ച് വലിയ മാറ്റം വരുത്താൻ കഴിയുമെന്നും ഉന്നത വൃത്തങ്ങൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പല തൊഴിലുകാർക്കും പകരമാകാൻ AI-ക്ക് കഴിയില്ലെന്ന ബിൽ ഗേറ്റ്സ്. ഒരു സോഫ്റ്റ്വെയർ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയാവുന്ന വിധത്തിൽ കൃത്യതയാർന്ന കോഡ് AI-യിലൂടെ ലഭിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അധികം വൈകാതെ തന്നെ AI സകല മേഖലകളിലേക്കും വ്യാപിക്കുമെന്ന് ബിൽ ഗേറ്റ്സ്. പല സാഹചര്യങ്ങളും മനുഷ്യർക്ക് പകരമാകാൻ AI-ക്ക് കഴിയും. സൗജന്യമായി സേവനങ്ങൾ ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി AI ഭാവിയിൽ മാറിയേക്കാമെന്നും ബിൽ ഗേറ്റ്സ് കൂട്ടിച്ചേർത്തു. ടെലിവിഷൻ അവതാരകനായ ജിമ്മി ഫാലനുമായുള്ള ഒരു പ്രത്യേക അഭിമുഖ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ബിൽ ഗേറ്റ്സ്. അതേസമയം AI-യുടെ മറുവശത്തെക്കുറിച്ചും അദ്ദേഹം വിശദമായി പ്രതിപാദിക്കുകയുണ്ടായി. ജീവശാസ്ത്രജ്ഞർക്കും കോഡിംഗ് ഊർജ്ജ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും പകരമാകാൻ AI-ക്ക് സാധിക്കില്ല. AI-ക്ക് സോഫ്റ്റ്വെയർ കോഡുകൾ ഉണ്ടാക്കുവാൻ സാധിക്കുമെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനാവില്ല. ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പുതിയ കണ്ടെത്തലുകൾ നടത്താനോ അനുമാനങ്ങളിലെത്താനോ AI-ക്ക് കഴിയില്ല. ഊർജ്ജ മേഖലയിലും കാര്യമായി ഒന്നും ചെയ്യാൻ AI-ക്ക് സാധിക്കില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദീർഘനാളത്തേക്കായുള്ള ഊർജ്ജ പദ്ധതികൾ നടപ്പിലാക്കാനും AI-ക്ക് കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. XAI പുറത്തിറക്കിയ ഗ്രോക്ക് AI ചാറ്റ്ബോട്ട് ഇനി ടെലഗ്രാമിലും. ഗ്രോക്ക് തന്നെയാണ് എക്സ്പോസ്റ്റിലൂടെ ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ടെലഗ്രാമിൽ ഒഫീഷ്യൽ ചാറ്റ്ബോട്ടായാണ് ഗ്രോക്ക് ലഭ്യമാവുക. വാട്സാപ്പിൽ മെറ്റ AI പോലെ ടെലഗ്രാമിൽ ഗ്രോക്ക് ഉപയോഗിക്കാം. നിലവിൽ ടെലഗ്രാമിന്റെ പ്രീമിയം വേർഷൻ സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഗ്രോക്ക് ലഭ്യമാവുക. ഇന്ത്യയിൽ പ്രതിമാസം 179 രൂപയാണ് പ്രീമിയത്തിനായി ടെലഗ്രാം ഈടാക്കുന്നത്. ഒരു വർഷത്തേക്ക് ഇതിന് 2399 രൂപയാണ്. ആപ്പിൽ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് വഴി ഇമേജ് ജനറേഷൻ മുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് വരെയുള്ള ബേസിക് AI ഫീച്ചേഴ്സാണ് ലഭിക്കുക. ഡീപ് സെർച്ച് ഉൾപ്പെടെയുള്ള മറ്റ് ഫീച്ചേഴ്സ് ഉപയോഗിക്കാൻ ഗ്രോക്ക് ആപ്പ് തന്നെ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും.
ഗ്രോക്കിന്റെ പേരിൽ നിരവധി വ്യാജ ഗ്രോക്ക് AI ചാറ്റ്ബോട്ടുകൾ ആപ്പിൽ ഉണ്ടാകാൻ ഇടയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും ടെലഗ്രാം മുന്നറിയിപ്പ് നൽകി. XAI പുറത്തിറക്കിയ ഗ്രോക്ക് ചോദ്യങ്ങൾക്ക് രസകരമായ മറുപടികൾ നൽകിയാണ് ശ്രദ്ധ പിടിച്ചുപറ്റിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.